ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ ആനുവൽ എക്സാമിൻ്റെ വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറാണ് കേട്ടോ. അതും അതിൻ്റെ മുഴുവൻ ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നമുക്കിവിടെ റാണിയുടെ ഡയറി തന്നിട്ടുണ്ട്. റാണി എന്ന് പറയുന്ന ഒരു കുട്ടി എഴുതിയ ഡയറി. ഇന്നത്തെ ദിവസം മറക്കാനേ കഴിയില്ല. ഇന്ന് മുത്തശ്ശിയുടെ വീട്ടിൽ പോയി. മുത്തശ്ശിയോടൊപ്പം പറമ്പ് മുഴുവൻ ചുറ്റി നടന്നു. ഹായ്, പച്ചവിരിപ്പിൽ മഞ്ഞപ്പുള്ളികൾ പോലെ നിറയെ മുക്കുറ്റിപ്പൂക്കൾ. അങ്ങിങ്ങ് പച്ചത്തണ്ടും ചുവന്ന തണ്ടുമായി വാഴക്കൂട്ടങ്ങൾ അതിഥികളായെത്തുന്ന അണ്ണാറക്കണ്ണന്മാർക്ക് മധുരമോടും തേൻ വിളമ്പി സന്തോഷിക്കുന്നു. വയറ് നിറഞ്ഞ സന്തോഷം കൊണ്ടാവാം അണ്ണാറക്കണ്ണന്മാർ വാലനക്കി താളം പിടിച്ച് ചിൽ ചിൽ ശബ്ദത്തിൽ നന്ദി പറഞ്ഞു. കയ്യിലിരുന്ന ചാരം വാഴച്ചുവട്ടിലിട്ട് മുത്തശ്ശി ഒരു വാഴക്കൂമ്പൊടിച്ചു. തോരൻ വെക്കാനാണത്രേ. പച്ചിലകൾക്കിടയിലെ ചുവന്ന ചിത്രപ്പണി കണ്ടപ്പോൾ കൗതുകമായി. പഴുത്ത കോവയ്ക്കയാണത്. അടുത്തേക്ക് ചെന്നു. ആഹാ, ഇലകൾക്കിടയിൽ നിറയെ പച്ചക്കോവയ്ക്ക. ഒരെണ്ണം പറിച്ചെടുത്തു. ചെറിയ കറയും നല്ല കട്ടിയും, കടിക്കുമ്പോൾ ഒരൊച്ചയും. പഴുത്തതൊരെണ്ണം മുത്തശ്ശി പറിച്ചു തന്നു. വായിൽ അലിഞ്ഞു പോകുന്നു. തത്തമ്മയുടെ കരച്ചിൽ കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. മുത്തശ്ശി നട്ടുവളർത്തിയ പയർമണികൾ തത്തമ്മ കൊത്തി തിന്നുന്നു. ഞാൻ അവയെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് വിലക്കി. നമുക്ക് മാത്രമല്ല വിശപ്പുള്ളത്, എല്ലാ ജീവികൾക്കും ഉണ്ട്. ആ ചെറിയ ജീവിയുടെ വയർ എത്ര ചെറുതായിരിക്കും. വയർ നിറയും വരെ മാത്രമല്ലേ അത് കഴിക്കട്ടെ. മുത്തശ്ശിയുടെ വാക്കുകൾ ഞാൻ ഉൾക്കൊണ്ടു. എല്ലാവരും കഴിക്കട്ടെ, എല്ലാവരും നിലനിൽക്കട്ടെ, എല്ലാവരും വളരട്ടെ. ഇനി ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യം വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം എഴുതാം, ഏത് രീതിക്ക് തന്നാലും എന്ത് ചെയ്യുക, ഓരോ ചോദ്യം വായിക്കുമ്പോഴും വീണ്ടും വീണ്ടും ആ പാരഗ്രാഫ് വീണ്ടും വായിച്ചു നോക്കുക. അപ്പോൾ ഉത്തരം അതിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും കേട്ടോ. ഒന്നാമത്തെ നോക്കൂ. റാണിയുടെ ഡയറി വായിച്ചല്ലോ. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ചോദ്യം 1, പച്ചവിരിപ്പിലെ മഞ്ഞപ്പുള്ളികൾ എന്താണ്? എ കോവയ്ക്ക, ബി മുക്കുറ്റിപ്പൂവ്, സി വാഴപ്പൂവ്, ഡി അണ്ണാറക്കണ്ണൻ. ബി മുക്കുറ്റിപ്പൂവാണ് ശരിയായ ഉത്തരം. ചോദ്യം 2, ദയ എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്കേത്? എ അലിവ്, ബി മന്ദഹാസം, സി ചാരം, ഡി വിലക്ക്. ദയ എന്ന അർത്ഥം വരുന്ന ശരിയായ പദം അലിവ് എന്നാണ്. പക്ഷെ അത് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഭാഗത്തിൽ പ്രയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ദയയുടെ ശരിയായ അർത്ഥം വരുന്നൊരു വാക്ക് അലിവ് എന്നാണ്. ചോദ്യം 3, വിശപ്പുള്ളത് എന്ന പദം പിരിച്ചെഴുതുക. വിശപ്പ് പ്ലസ് ഉള്ളത്, ബി വിശപ്പു പ്ലസ് ഉള്ളത്, സി വിശപ്പ് പ്ലസ് ഉള്ളത്, ഡി വിശപ്പു പ്ലസ് ഉള്ളത്. ഇതിൽ വിശപ്പ് അധികം ഉള്ളത്, അതാണ് ശരിയായ ഉത്തരം. ചോദ്യം 4, ആഹാ, ഇലകൾക്കിടയിൽ നിറയെ പച്ച കോവയ്ക്ക. അടിവരയിട്ടിരിക്കുന്ന പദം ഉളവാക്കുന്ന ഭാവം ഏത്? ഇവിടെ ആഹാ എന്നുള്ള പദം എന്തിനാ സൂചിപ്പിക്കുന്നത്? എ സങ്കടം, ബി ദേഷ്യം, സി അതിശയം, ഡി പരിഹാസം. അതിശയമാണ് അല്ലേ. അതിശയത്തോടു കൂടിയിട്ട് ആഹാ എന്ന് ചോദിക്കുകയാണ് കുട്ടി. ചോദ്യം 5, തത്തമ്മയെ പായിക്കാൻ ശ്രമിച്ച റാണിയെ മുത്തശ്ശി വിലക്കിയത് എന്തുകൊണ്ടാവും? എ മുത്തശ്ശിക്ക് തത്തയെ പിടിക്കാൻ വേണ്ടി, ബി എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളായതുകൊണ്ട്, സി പയർമണി മുത്തശ്ശി നട്ടു വളർത്തിയതുകൊണ്ട്, ഡി മുത്തശ്ശിക്ക് തത്തയെ ഇഷ്ടമായതുകൊണ്ട്. ഇതിലെ ബി എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളായതുകൊണ്ട് എന്നതാണ് ശരിയായ ഉത്തരം. പ്രവർത്തനം 2, ക്രമത്തിൽ എഴുതാം. റാണിയും മുത്തശ്ശിയും പറമ്പിൽ നിന്ന് ശേഖരിച്ച പഴങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. മാമ്പഴം, പപ്പായ, കൈതച്ചക്ക, പേരയ്ക്ക. ചോദ്യം 1, പഴങ്ങളുടെ പേരുകൾ അക്ഷരമാലാ ക്രമത്തിൽ എഴുതൂ. എളുപ്പമാണ്. അക്ഷരമാലാ ക്രമത്തിൽ എഴുതുമ്പോൾ ആദ്യം ഏത് അക്ഷരമാണ് വരുന്നതെന്ന് നോക്കുക അല്ലേ. തന്നിരിക്കുന്നതിൽ ഓരോ വാക്കിലും ആദ്യത്തെ അക്ഷരം മ, ക, പ, വീണ്ടും പ, അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് കായാണല്ലേ. ക, ഖ, ഗ, ഘ, ങ. അപ്പം അതിലെ കായാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് കൈതച്ചക്കയാണ് ആദ്യത്തെ പഴം. രണ്ടാമത്തേത് പായാണ് വരുന്നത്. പായിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. പപ്പായയും പേരയ്ക്കയും പായിലാണ്. അപ്പോൾ ആദ്യത്തെ അക്ഷരം പാ വരുന്ന 2 വാക്കുകളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ അക്ഷരം ഏതാണ് ആദ്യം വരുന്നതെന്ന് നോക്കുക. പപ്പായയിൽ പായാണ് വരുന്നത്, പേരയ്ക്കയിൽ രായാണ് വരുന്നത്. അപ്പോൾ പായാണ് ആദ്യം വരുന്ന അക്ഷരം, അതുകൊണ്ട് പപ്പായ രണ്ടാമത് വരും. 3 പേരയ്ക്ക, 4 മാമ്പഴം. ഇതിലെ 3ാമത്തെ ചോദ്യം, ചുള്ളിക്കൊമ്പിൽ നിറയെ പച്ചക്കിളികൾ വളർന്നു വളർന്ന് ചിലർ മഞ്ഞയായി, ചിലരോ ചുവപ്പും. ഈ കടങ്കഥയ്ക്ക് ഉത്തരം എഴുതും. എ ചക്കപ്പഴം, ബി മുന്തിരിങ്ങ, സി പറങ്കി മാങ്ങ, ഡി ആപ്പിൾ.
പറങ്കിമാങ്ങയാണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഒരു പഴത്തിൻ്റെ പേര് ഉത്തരമായി വരുന്ന കടങ്കഥ എഴുതൂ. മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാൻ ഒരെണ്ണം എഴുതുന്നുണ്ട്. ഒരു തടിയൻ വയറ് നിറയെ കണ്ണും മിഴിച്ചു നിൽക്കുന്നു. ഏതാണ് ഈ പഴം? ഉത്തരം ചക്കപ്പഴമാണ്. പ്രവർത്തനം 3, കത്തെഴുതാം. മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയ റാണി കൂട്ടിലടച്ചു വളർത്തിയിരുന്ന തത്തമ്മയെ തുറന്നുവിട്ടു. കൂട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് തത്ത പറന്നുയർന്നു. സ്വാതന്ത്ര്യ ലോകത്തെത്തിയ തത്ത റാണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതി. എന്തായിരിക്കും തത്തെഴുതിയിട്ടുണ്ടാവുക? കത്തെഴുതി നോക്കൂ. കത്തിൻ്റെ ഫോർമാറ്റ് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മളൊരു ബോർഡർ വരച്ചു കൊടുക്കണം. പിന്നെ ഡേറ്റും പ്ലേസും എഴുതണം. ദിവസവും അതുപോലെ തീയതിയും സ്ഥലവും എഴുതണം. പ്രിയപ്പെട്ട റാണിക്ക്, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി. കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും എൻ്റെ ഊഹം പോലെ അവരിപ്പോഴും തെങ്ങിൻ്റെ പൊത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നെ തിരിച്ചു കിട്ടുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവരുടെ അടുത്തെത്താനാവുമെന്ന് ഞാനും. സ്വാതന്ത്ര്യത്തിൻ്റെ വില ഇപ്പോൾ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. എന്നെ ജീവിതത്തിലേക്ക് തുറന്നുവിട്ട നിനക്ക് ഒരുപാട് നന്ദി. സ്നേഹത്തോടെ തത്ത. പ്രവർത്തനം 4, അറിയിപ്പ് തയ്യാറാക്കാം. വേനൽ ചൂട് ഏറി വരികയാണല്ലോ. പ്രകൃതിയിലെ കൂട്ടുകാരായ കിളികൾ ഒരിറ്റു ദാഹജലത്തിനായി അലയുന്നത് നാം കാണുന്നില്ലേ? റാണിയുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് കിളികൾക്ക് കുടിക്കാനും കുളിക്കാനുമായി പക്ഷിക്കുളം പണിതു. ഉദ്ഘാടനത്തിന്റെ അറിയിപ്പ് തയ്യാറാക്കൂ. അറിയിപ്പ് തയ്യാറാക്കുമ്പോഴും ഒരു ബോർഡറൊക്കെ വരയ്ക്കുന്നത് നല്ലതാണ്. അറിയിപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. വിഷയം എഴുതുക. വിഷയം പക്ഷിക്കുളം ഉദ്ഘാടനം. വേനൽ ചൂട് കടുത്തതോടെ നമ്മുടെ പ്രകൃതിയിലെ കൂട്ടുകാരായ പക്ഷികൾ ദാഹജലത്തിനായി പ്രയാസപ്പെടുകയാണല്ലോ. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പക്ഷികൾക്കായി ഒരു പക്ഷിക്കുളം നിർമ്മിച്ചിട്ടുണ്ട്. ഈ പക്ഷിക്കുളത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് 2026 ഫെബ്രുവരി 24 രാവിലെ 10 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തുന്നതാണ്. എല്ലാവരും ഈ ചടങ്ങിൽ പങ്കുചേർന്ന് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഈ ഉദ്യമത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ഥലം സ്കൂൾ അങ്കണം. സമയം രാവിലെ 10. പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ GLPS മൂന്നാർ. ഇപ്പോൾ അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞതൊക്കെ. അറിയിപ്പ് എന്ന ഹെഡിങ് കൊടുക്കുക. വിഷയം കൊടുക്കുക. പിന്നെ എന്താണ് പരിപാടി നടക്കുന്നത് എന്ന് എഴുതണം. പിന്നെ അതുപോലെ അത് എപ്പോഴാണ് നടക്കുന്നത്, അതിൻ്റെ സമയം, സ്ഥലം, ഡേറ്റ് എവിടേക്കാണെന്ന് എഴുതുക. ആരാണത് പറയുന്നത്, അതായത് ഇവിടെ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനറാണ്, അതും എഴുതി കൊടുക്കുക. പ്രവർത്തനം 5, പോസ്റ്റർ തയ്യാറാക്കാം. പക്ഷിക്കുളം ഉദ്ഘാടനത്തിന് സ്കൂൾ അലങ്കരിക്കുന്ന തിരക്കിലാണ് റാണിയും കൂട്ടുകാരും. പെട്ടെന്നാണ് കൂട്ടുകാരിയായ നിമ്മിയുടെ നിലവിളി കേട്ടത്. ആരോ വലിച്ചെറിഞ്ഞ പഴത്തൊലിയിൽ ചവിട്ടി തെന്നി വീണു. ആ പാവം. ഉപയോഗശൂന്യമായ വസ്തുക്കൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞാൽ ഇത്തരം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. നിമ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞു. മലിനീകരണത്തിനെതിരെ ഒരു പോസ്റ്റർ സ്ഥാപിക്കാൻ റാണിയും കൂട്ടുകാരും തീരുമാനിച്ചു. നിങ്ങളും ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മലിനീകരണത്തിനെതിരെയുള്ള ഏത് പോസ്റ്ററുകൾ വേണമെങ്കിലും തയ്യാറാക്കാം. ശുചിത്വം പാലിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് അതിനെക്കുറിച്ചുള്ളതായിട്ടോ എങ്ങനെയും തയ്യാറാക്കാം. ഞാൻ ഉദാഹരണത്തിനൊരു 4 എണ്ണം ഇവിടെ കൊടുക്കുന്നുണ്ട്. 1, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കരുത്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അപകടങ്ങൾക്ക് കാരണമാകും. 2, ശുചിത്വം പാലിക്കുക. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗങ്ങൾ തടയാൻ സഹായിക്കും. 3, മാലിന്യങ്ങൾ തരംതിരിക്കുക. പ്ലാസ്റ്റിക്, ഭക്ഷ്യ അവശിഷ്ടങ്ങൾ എന്നിവ വേർതിരിച്ച് സംസ്കരിക്കുക. 4, പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പരിസ്ഥിതി സൗഹൃദപരമായ വസ്തുക്കൾ ഉപയോഗിക്കുക. പ്രവർത്തനം 6, വരികൾ കൂട്ടിച്ചേർക്കാം. പക്ഷിക്കുളം ഉദ്ഘാടനത്തിന് റാണിയും കൂട്ടുകാരും ചേർന്ന് പാടിയ പാട്ടിൻ്റെ ആദ്യ ഭാഗമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വരികൾ എഴുതൂ. പൂവുകൾ തോറും നൃത്തം വയ്ക്കും പുള്ളിപ്പൂമ്പാറ്റേ, പുതുപൂന്തേനിൻ രുചിയെ പറ്റി ചൊല്ലിത്തന്നാട്ടെ. മാവിന് ചുറ്റും പാറി രസിക്കും പൂവാലൻ കിളിയെ. ഇതിൻ്റെ ബാക്കി വേണം നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കാൻ. മാവിന് ചുറ്റും പാറി രസിക്കും പൂവാലൻ കിളിയെ, മാമ്പഴമൊന്നു കടിച്ചിട്ടതിൻ്റെ മധുരം ചൊന്നാട്ടെ. പുഴയൊഴുകും വഴി പാട്ടുകൾ പാടി നടക്കും പൈങ്കിളിയെ, തെളിനീരു നിന്റെ ചിറകിൻ തുമ്പാൻ കുളിരുപകർന്നാട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ ഈ ചോദ്യപേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഒന്ന് വായിക്കാൻ എഴുതാം, പിന്നെ പോസ്റ്റർ, നോട്ടീസ്, അറിയിപ്പ്, വരികൾ കൂട്ടിച്ചേർക്കാം. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നല്ലതുപോലെ പഠിക്കുക, പരീക്ഷ എഴുതുക. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്